Good morning, students. Adutha university question idana. Find the mass of the lamina with the density function x square, which is bounded by y equal to x and y equal to x square. Adutha question idana. ഇവിടെ നമുക്ക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മാസ് is equal to double integral delta xy d എന്നാണ് ഫോർമുല. ഡെൽറ്റ x ആണ് ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഫംഗ്ഷൻ ഇവിടെ എത്രയാണ്? Delta of xy is equal to x square. അപ്പോൾ ഇവിടെ നമുക്ക് ഈ dA എന്നുള്ളത് dy dx എന്ന് കൊടുക്കാം, dx dy എടുക്കാം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇന്റഗ്രൽ ഡെൽറ്റ xy dx dy എടുക്കാം. ഏതെടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് x ന്റെ y-യുടെ ലിമിറ്റുകൾ കണ്ടുപിടിക്കണം. ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇത് x ആക്സിസ്, x dash, y dash. Then y equal to x and y equal to x square. Y equal to x square എന്ന് പറഞ്ഞാൽ എന്താണ്? Y equal to x square എന്ന ഒരു പരാബോളയാണ്. ഈ പരാബോളയുടെ പ്രത്യേകത എന്താണ്? സിമെട്രിക് അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y axis. പോസിറ്റീവ് സൈഡ് ഓഫ് ദി y axis. ഈ പരാബോള എങ്ങനെയായിരിക്കും? പരാബോള ഇതാണ് പരാബോള. ഈ പരാബോളയുടെ പേരാണ് y is equal to x square. പിന്നെ എന്താണ്? y equal to x. Y equal to x എന്ന് പറയുന്നതാണ് ഒറിജിനിലൂടെ വരുന്ന ലൈൻ. ഇതാണ് ഒറിജിനിലൂടെ വരുന്ന ലൈനാണ് y equal to x. അപ്പൊ നമ്മള് പരാബോളയും വരച്ചു, ലൈൻ വരച്ചു. അപ്പൊ ഇത് രണ്ടും കൂടി ബൗണ്ട് ചെയ്ത റീജിയൻ ഇതാണ് നമ്മുടെ റീജിയൻ. ഇതാണ് നമ്മുടെ റീജിയൻ ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് dx dy യിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഈ റീജിയനിൽ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുന്നു. സ്ട്രിപ്പ് പാരലൽ ടു y x ആക്സിസ്. x ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുമ്പോൾ അത് ലെഫ്റ്റിൽ ടച്ച് ചെയ്യുന്നവരെയാണ് ലൈനിലാണ്. അപ്പൊ x ന്റെ ലോവർ ലിമിറ്റ് എന്താണ്? y ആണ്. ഇത് റൈറ്റിൽ ടച്ച് ചെയ്യുന്നത് ഈ പരാബോളയാണ്. പരാബോളയുടെ പേര് എന്താണ്? y equal to x square ആണ്. അപ്പൊ x ന്റെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? റൂട്ട് y. y equal to x square ആകുമ്പോൾ x is equal to റൂട്ട് y. ഇനി y യുടെ ലോവർ ലിമിറ്റ് എന്താണ്? y യുടെ ലോവർ ലിമിറ്റ് ഈ പോയിന്റ് നമുക്ക് അറിയാം 0 0 ആണ്. ഈ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് y equal to x square ആകുമ്പോൾ x square is equal to y, that is x square is equal to y ക്ക് വരെ എന്ത് കൊടുക്കാം? x കൊടുക്കാം. അപ്പൊ x square minus x is equal to 0 വരും. x into x minus 1 is equal to 0 വരും. അപ്പൊ x is equal to 0 and x is equal to 1. അപ്പൊ x ന്റെ വാല്യൂ 0 വരും, x ന്റെ വാല്യൂ 1 വരും. x ന്റെ വാല്യൂ 0 വരുമ്പോൾ y യുടെ വാല്യൂ 0, x ന്റെ വാല്യൂ 1 വരുമ്പോൾ y യുടെ വാല്യൂ 1. അപ്പൊ ഈ വാല്യൂ 1 1 കാരണം y is equal to x ആണ്. അപ്പൊ ആ പോയിന്റ് എത്രയാണ്? 1 1. ആ പോയിന്റ് കണ്ടുപിടിച്ചു. അപ്പൊ y varies from 0 to 1. y യുടെ വാല്യൂ 0 to 1 ആണ്. അപ്പൊ x ന്റെ y യുടെ ലിമിറ്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിനെ x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1. ഇവിടെ ഡെൽറ്റ xy എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഡെൽറ്റ xyയുടെ ഫംഗ്ഷൻ എഴുതണം കേട്ടോ. ഡെൽറ്റ xy ഇവിടെ that is integral 0 to 1 integral y to root y. ഇവിടെ ഡെൽറ്റ xy എന്ന് തന്നിരിക്കുന്നത് x സ്ക്വയറിനാണ്. x സ്ക്വയർ dx dy. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ integral 0 to 1 then x സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? x cube by 3 കിട്ടും. ലോവർ ലിമിറ്റ് എന്താണ്? y, അപ്പർ ലിമിറ്റ് റൂട്ട് y dy. then ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 നമുക്ക് പുറത്തേക്ക് എടുത്തു. അപ്പൊ 0 to 1 x ന് നമ്മൾ റൂട്ട് y കൊടുക്കുമ്പോൾ y raised to 1/2 ആണ്. അപ്പൊ y raised to 3/2. y raised to 1/2. x ന് നമ്മൾ റൂട്ട് y കൊടുക്കുമ്പോൾ റൂട്ട് y എന്നുള്ളത് y raised to 1/2 ആണ്. y raised to 1/2 whole raised to 3 എന്ന് പറഞ്ഞാൽ y raised to 3/2 മൈനസ് പിന്നെ x ന് നമ്മൾ എന്താ കൊടുക്കുന്നത്? y കൊടുക്കുമ്പോൾ y cube. That is 1/3 into. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y raised to 3/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ തന്നെ? y raised to 3/2 divided by 3/2 plus 1 divided by 3/2 plus 1 minus y raised to 4 divided by 4. ലോവർ ലിമിറ്റ് എത്രയാണ്? 0, അപ്പർ ലിമിറ്റ് 1. നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റാം. That is equal to 1/3. ഇവിടെ y raised to 3/2 3/2 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 5/2 by 5/2 minus y raised to 4/4 0 to 1. That is 1/3 into you 2 മോഡോട്ട് പോകും 2/5 into 1 minus 1/4. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/3 into 2 8 minus 5 divided by 20.
That is 1/3 into 3 divided by 20. 3 3 cancel ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? മാസ് ഓഫ് ദ ലാമിന is equal to 1/20 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. 1/20. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ മാസ് ഓഫ് ദ ലാമിന കാണാനായിട്ട് നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഡബിൾ ഇന്റഗ്രൽ ഡെൽറ്റ എക്സ് വൈ ഡി എ. ഡെൽറ്റ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. ഇവിടെ എത്രയാണ്? x² ആണ്. ഡെൽറ്റ എക്സ് വൈ ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡി എ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഈ ഡി എ എന്നുള്ളത് നമുക്ക് ഡി വൈ ഡി എക്സ് എടുക്കാം, ഡി എക്സ് ഡി വൈ എടുക്കാം. ഞാനിവിടെ എന്താ എടുത്തത്? ഡി എക്സ് ഡി വൈ എന്ന് എടുത്തത്. അപ്പൊ എക്സിന്റെ വൈഡ് ലിമിറ്റ് കിട്ടണം. എക്സിന്റെ വൈഡ് ലിമിറ്റ് ആയിട്ട് നമ്മൾ ഫിഗർ വെച്ചു. ആ ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വൈഡ് ലിമിറ്റ് കിട്ടി. അപ്പൊ ആദ്യം ഡി എക്സ് വെച്ച് ചെയ്തുകൊണ്ട് എക്സിന്റെ ലോവർ ലിമിറ്റ് വൈയും അപ്പർ ലിമിറ്റ് റൂട്ട് വൈയും, വൈയുടെ ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 1. അതിനുശേഷം നമ്മൾ ആദ്യം എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 വരും. ലിമിറ്റ് റൂട്ട് വൈയും വൈയും ആണ്. അപ്പൊ y⁵3/2 മൈനസ് y3. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y⁵3/2 പ്ലസ് 1/3/2 പ്ലസ് 1 y⁴/4. നമ്മൾ ഇതിനെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വൈയുടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/20 എന്നാണ് കിട്ടുന്നത്. അപ്പൊ മാസ് ഓഫ് ദ ലാമിന എന്ന് പറയുന്നത് എത്രയാണ്? മാസ് ഓഫ് ദ ലാമിന is equal to 1/20 ആണ്. ഇത് ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ച ഒരു ചോദ്യമാണ്. ഡിസംബർ 2020 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KTU ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ ഈ ഫോർമുല ഓർത്തിരിക്കുക. മാസ് കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഡെൽറ്റ എക്സ് വൈ ഡി എ. ഡെൽറ്റ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡെൻസിറ്റി ഫംഗ്ഷനെ 2 പ്രാവശ്യം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മാസ് ഓഫ് ദി ലാമിന. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.